ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചും വെജിറ്റബിൾസ് വെച്ചും നല്ല അടിപൊളിയായിട്ടൊരു ദോശയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമ്മൾ ഈ ദോശയ്ക്കുള്ളത്. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്കത് തയ്യാറാക്കി എടുക്കാനായിട്ടും സാധിക്കുന്നതാണ്. നല്ല സോഫ്റ്റായിട്ടാണ് ഈ ദോശ നമ്മൾ ചുട്ടെടുക്കുന്നത്. നല്ലൊരു സ്മെല്ലും കൂടിയാണ് ഇതിനുള്ളത് ചുട്ടെടുക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കിയതെന്ന് കണ്ടിട്ട് വരാം. ഇതിന് വേണ്ടി ഒരു 6 ബ്രെഡ് പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് പീസാക്കി നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മിക്സി ജാറിലേക്ക് തന്നെ നമുക്ക് ഒരു 1/2 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആ കപ്പിൽ തന്നെ അതേ അളവിൽ നമുക്ക് 1/2 കപ്പ് തൈരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പച്ചമുളകും ഒരു ചെറിയ ഇഞ്ചി കഷ്ണം 4 കീറാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചേർത്ത് പാകത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. നമ്മൾ ദോശ മാവിനെ എങ്ങനെയാണോ നമ്മൾ കൂട്ടിയെടുക്കുന്നത് ആ ഒരു കുറുക്കത്തിൽ വേണം നമുക്ക് ഇത് അരച്ചെടുത്ത് കിട്ടാൻ. അപ്പോൾ ഇനി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മുടെ ദോശമാവിൻ്റെ പോലെ നമുക്ക് നല്ല കുറുക്കത്തിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ലൂസായി പോകാൻ ഇത് പറ്റില്ല. അപ്പോൾ നമുക്കിതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ അത്യാവശ്യം കുറുക്കൊക്കെ ഉണ്ട്. ഈ ഒരു കുറുക്കത്തിൽ വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അതുപോലെ ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണേ. പിന്നെ ഒരു ചെറിയ ക്യാരറ്റും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു വലിയ ഉള്ളിയും കൂടി നമുക്ക് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി മിക്സാക്കുന്ന സമയത്ത് നല്ല ടൈറ്റാണ് നിങ്ങൾക്ക് തോന്നുന്നത് കുറച്ച് വെള്ളം ചേർത്ത് ഇത് ലൂസാക്കി എടുക്കാവുന്നതാണ്. നല്ല ലൂസായി പോകരുത്. നമ്മൾ ദോശമാവിൻ്റെ പോലെ വേണം നമുക്കിത് കിട്ടാനായിട്ട്. നല്ല ലൂസായി പോയാൽ നമുക്ക് ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്കിത് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല കറക്റ്റ് രീതിയിൽ വേണം നമ്മൾ ഈ മാവ് കൂട്ടിയെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മാവ് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് 2-3 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോഴേക്കും നമ്മൾ ദോശയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ അടിഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് മുകൾ ഭാഗം ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഉണ്ട്. നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ വശം കൂടി നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ലൊരു സ്മെല്ലാണ് നമ്മൾ ദോശ വേകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി ഈ ഭാഗം നമുക്കൊന്ന് മറിച്ചിട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. 2-3 മിനിറ്റും കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദോശ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. 2 സൈഡും ഒരുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വേണം നമ്മൾ ചുട്ടെടുക്കാനായിട്ട്.
ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ള മാവും കൂടി നമുക്കൊന്ന് ചുട്ടെടുക്കാം. നമ്മൾ മാവ് ലൂസായിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മറിച്ചിടുന്ന സമയത്ത് നടു മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാവ് നല്ല കറക്റ്റ് കുറുക്കത്തിൽ തന്നെ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതും കൂടി നമുക്കൊന്ന് മറ്റു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ എല്ലാ ദോശയും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ദോശ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലുമാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കും കൂടിയാണിത്. നമുക്ക് ഈവനിങ് ആണെങ്കിലും മോർണിംഗിനാണെങ്കിലും നല്ലൊരു ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.